ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. പ്രധാന വാർത്തകൾ. നാളെ ആരംഭിക്കുന്ന ഗ്രാൻഡ് ചലഞ്ച് ആനുവൽ മീറ്റിംഗ് 2020നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ മികച്ചതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ ഇന്ന് 7631 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗമുക്തരായത് 8410 പേർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 88.03% ഉയർന്നു. നിലവിൽ ചികിത്സയിൽ ഉള്ളത് 7,83,800 പേർ. ബ്രഹ്മോസ് സജ്ജമാകുന്നതോടെ ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന് ഡിആർഡിഒ മേധാവി ജി സതീഷ് റെഡ്ഡി. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. വാർത്തകൾ വിശദമായി. നാളെ ആരംഭിക്കുന്ന ഗ്രാൻഡ് ചലഞ്ച് ആനുവൽ മീറ്റിംഗ് 2020നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതികളെ സംബന്ധിച്ചാകും സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക. ആരോഗ്യ വികസന മേഖലകൾ നേരിടുന്ന വെല്ലുവിളികളാണ് കഴിഞ്ഞ 15 വർഷമായി ഗ്രാൻഡ് ചലഞ്ച് ആനുവൽ മീറ്റിൽ ചർച്ച ചെയ്യുന്നത്. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളടക്കം 40 രാജ്യങ്ങളിൽ നിന്നുള്ള 1600 പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മൈസൂർ സർവകലാശാലയുടെ ശതാബ്ദി ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. 1916 ജൂലൈ 27-നാണ് മൈസൂർ സർവകലാശാല സ്ഥാപിച്ചത്. രാജ്യത്തെ 6ാമത്തെയും കർണ്ണാടകത്തിലെ ആദ്യത്തെയും സർവകലാശാലയാണ് മൈസൂർ സർവകലാശാല. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 88% പിന്നിട്ടു. ആകെ രോഗം സ്ഥിരീകരിച്ചവരിൽ 10.45% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിൽ ഉള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 7,83,800 പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ ഉള്ളത്. ആകെ മരണസംഖ്യ 1,14,031. സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്രയാണ് ഒന്നാമത്. അതേസമയം പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമതാണ്. രാജ്യത്ത് മെഡിക്കൽ ഓക്സിജന്റെ അപര്യാപ്തത ഇല്ലെന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. സൺഡേ സംവാദിന്റെ 6ാം പതിപ്പിൽ സമൂഹമാധ്യമങ്ങളിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിയുടെ ജൻ ആന്തോളൻ ആഹ്വാനത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രിയപ്പെട്ടവരുമായി വീടുകൾക്കുള്ളിൽ തന്നെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. വിശദാംശങ്ങളുമായി ലിൻസ. രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം ഏതെങ്കിലും തരത്തിൽ ആവശ്യം കൂടുകയാണെങ്കിൽ ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. നിലവിൽ പ്രതിദിനം 6400 ടൺ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയം രൂപീകരിച്ച ശാക്തീകരണ ഗ്രൂപ്പ് രാജ്യത്തെ മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യകത സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. 1,02,400 മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറുകൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇതിനോടകം വിതരണം ചെയ്തു. കോവിഡ് പാക്കേജിന്റെ 2ാം ഘട്ടമായി 1352 കോടി രൂപ വിതരണം ചെയ്തു വരികയാണെന്നും ശ്രീ ഹർഷവർദ്ധൻ വ്യക്തമാക്കി. അതിനിടെ കേരളത്തിൽ അടുത്ത കാലത്തായി ഉണ്ടായ കോവിഡ്-19 കേസുകളുടെ ഉയർന്ന വർധന സംബന്ധിച്ച നിരീക്ഷണവും കേന്ദ്രമന്ത്രി പങ്കുവച്ചു. ജനുവരി 30-നും മെയ് 3-നും ഇടയിൽ 499 കേസുകളും 2 മരണവും മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സംസ്ഥാനങ്ങളിൽ വിവിധ സേവനങ്ങൾ പുനരാരംഭിച്ചതിനൊപ്പം ഓണാഘോഷ പരിപാടികളും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വ്യാപാര വിനോദസഞ്ചാര യാത്രകളിലെ വർധനയും കേരളത്തിൽ സ്ഥിതി ഗുരുതരമാകുന്നതിന് വഴി തുറന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന അളവിൽ കോവിഡ് രോഗികൾ വർദ്ധിക്കുന്നതിന് ഇത് അവസരമൊരുക്കിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്സവാഘോഷ കാലയളവിനെ നേരിടുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഇത് ഒരു പാഠമാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ ഇന്ന് 7631 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8410 പേർ രോഗമുക്തി നേടി. 95,200 പേരാണ് ഇനി ചികിത്സയിൽ ഉള്ളത്. മലപ്പുറം 1399, കോഴിക്കോട് 976, തൃശൂർ 862, എറണാകുളം 730, തിരുവനന്തപുരം 685, കൊല്ലം 540, കോട്ടയം 514, കണ്ണൂർ 462, ആലപ്പുഴ 385, പാലക്കാട് 342, കാസർഗോഡ് 251, പത്തനംതിട്ട 179, ഇടുക്കി 162, വയനാട് 144 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്ക്. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സംഘം വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം തുടരുന്നു. ഇന്നലെ തലസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സംഘം ഇന്ന് എറണാകുളത്ത് സന്ദർശനം നടത്തി. നാളെ തൃശൂരിലാണ് സന്ദർശനം. സംസ്ഥാനത്തെ നിലവിലെ കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾ സംഘം വിലയിരുത്തും.
ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടി കവിഞ്ഞു 3 കോടിയോളം പേർ ഇതുവരെ രോഗമുക്തരായി ലോകത്താകമാനം 11 ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് മഹാമാരി മൂലം ജീവൻ നഷ്ടമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണം പരിഹരിക്കുന്നതിന് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. വാഹനങ്ങളിലെ പുക, വ്യവസായശാലകൾ, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, പൊടിപടലങ്ങൾ, കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയവയാണ് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്നതിന് പ്രധാനമായും കാരണമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മെട്രോ, പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രകൃതിവാതകങ്ങളുടെ ഉപയോഗം തുടങ്ങിയവ വർദ്ധിപ്പിക്കുകയാണ് അന്തരീക്ഷ മലിനീകരണം ചെറുക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ഒന്ന്. ഭാരത് സ്റ്റേജ് 6 മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനവും എടുത്തു പറയേണ്ടതാണെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി. എല്ലാ പ്രധാന നഗരങ്ങളിലും ഇലക്ട്രിക് ബസ്സുകളും മെട്രോകളും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യത്തിന് പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഡൽഹിയിലെ അന്തരീക്ഷ ഗുണമേന്മ മോശം അവസ്ഥയിൽ തുടരുകയാണ്. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ ഇടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ കത്തിക്കുന്നതാണ് ഡൽഹിയിലെ വായുമലിനീകരണം വർദ്ധിക്കുന്നത്. വായുമലിനീകരണം കുറയ്ക്കുന്നതിന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അതിന്റെ നിർമ്മാണ സ്ഥലങ്ങളിൽ പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളും പരിശോധനകളും വർദ്ധിപ്പിക്കും. ബാരിക്കേഡ് വച്ച് മറച്ച പ്രദേശങ്ങളിൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതെന്ന് പ്രത്യേക സംഘം ഉറപ്പുവരുത്തും. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ സ്റ്റെൽത്ത് ഡിസ്ട്രോയർ INS ചെന്നൈയിൽ നിന്നാണ് ബ്രഹ്മോസ് വിക്ഷേപിച്ചത്. നാവികസേനയെയും DRDOയെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ബ്രഹ്മോസ് മിസൈൽ സജ്ജമാകുന്നതോടെ ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന് DRDO മേധാവി ജി സതീഷ് റെഡ്ഡി വ്യക്തമാക്കി. റഷ്യയുടെ സഹകരണത്തോടെയാണ് പ്രതിരോധ ഗവേഷണ കേന്ദ്രം ബ്രഹ്മോസ് വികസിപ്പിച്ചത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. NDAയുടെയും മഹാസഖ്യത്തിന്റെയും നേതാക്കൾ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ്, അശ്വിനി കുമാർ ചൌബെ, നിത്യാനന്ദ റായ് എന്നിവരും NDAയ്ക്കു വേണ്ടി പ്രചാരണ രംഗത്തുണ്ട്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി പ്രസാദ് യാദവ് ഇന്ന് 6 ഇടങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. വികസനവും തൊഴിലവസരവും ആണ് തന്റെ പ്രധാന അജണ്ട എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബീഹാറിൽ 71 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ മാസം 28-നാണ് നടക്കുന്നത്. ഹൈദരാബാദിൽ കനത്ത മഴ തുടരുന്നു. നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഹൈദരാബാദിലും തെലങ്കാനയുടെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായ കനത്ത മഴയിൽ ഇതുവരെ 50 പേർ മരിച്ചു. അതേസമയം പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശിലെ ചിലയിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മഹാരാഷ്ട്രയിൽ സാംഗ്ലി, സതാര, കോലാപൂർ ജില്ലകളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് വ്യാപകമായ കൃഷിനാശമുണ്ടായി. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നാളെ സോലാപൂർ ജില്ല സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും. അന്തരിച്ച മാർത്തോമാ സഭ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയ്ക്ക് ആയിരങ്ങളുടെ ആദരാഞ്ജലി. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് നടക്കും. ഭൌതിക ശരീരം അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത സംസ്കാര ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ജസീന്ത ആർഡെർണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ന്യൂസിലാന്റ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായി പ്രധാനമന്ത്രി അനുമോദന സന്ദേശത്തിൽ പറഞ്ഞു. 120-അംഗ പാർലമെന്റിൽ ജസീന്തയുടെ ലേബർ പാർട്ടി 64 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കോവിഡ് മഹാമാരി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ ജസീന്ത പ്രകടിപ്പിച്ച ഭരണ മികവാണ് ഉജ്ജ്വല വിജയത്തിന് വഴി തെളിച്ചതെന്നാണ് വിലയിരുത്തൽ. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് വിമാന സർവീസുകൾ ഈ മാസം 28-ന് പുനരാരംഭിക്കും. പ്രത്യേക എയർ ബബിൾ സംവിധാനത്തിന് കീഴിലാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത്. ധാക്ക, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് വിമാന സർവീസുകൾ. IPLൽ കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടു. ഇരു ടീമുകളും 163 റൺസ് എടുത്തതോടെയാണ് ഇത്. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് കിങ്സ് 11 പഞ്ചാബിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
നാളെ ആരംഭിക്കുന്ന ഗ്രാൻഡ് ചലഞ്ച് ആനുവൽ മീറ്റിംഗ് 2020നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ അന്തരീക്ഷ മലിനീകരണം പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ മികച്ചതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ ഇന്ന് 7631 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗമുക്തരായത് 8410 പേർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 88.03 ആയി ഉയർന്നു. ബ്രഹ്മോസ് സജ്ജമാകുന്നതോടെ ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന് DRDO മേധാവി ജി സതീഷ് റെഡ്ഡി. വാർത്തകൾ കഴിഞ്ഞു. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാത്രി 9 മണിക്ക്.